നല്ല പച്ച കപ്പേ നല്ല വെട്ടി നുറുക്കി വെയിലത്ത് വെച്ച് ഇതുപോലെ ഒന്ന് ഉണക്കിയെടുക്കട്ടെ. ഒരു 3-4 ദിവസത്തെ വെയിൽ കൊള്ളണം കേട്ടോ. അപ്പോൾ എന്തിനാണെന്നല്ലേ, നമുക്ക് നല്ല പുട്ട് ചുടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, കപ്പപ്പുട്ട്. അപ്പോൾ അതാ നന്നായിട്ട് മിക്സിയിൽ നല്ല നൈസായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഇതാ ഇതുപോലെ തരിപ്പയിലങ്ങ് തരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഇതൊക്കെ എൻ്റെ ഉമ്മൻ്റെ ഓരോരോ റെസിപ്പികളാട്ടോ, പണ്ട് മുതലേ അമ്മ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് അതിലേക്ക് കുറച്ച് അജ്മി പുട്ടുപൊടിയും ഉപ്പും പിന്നെ വെള്ളവും തളിച്ചിട്ട് ഒന്ന് സാധാരണ പുട്ടുംപൊടി കുഴക്കില്ല, അതുപോലെ ഒന്ന് കുഴച്ചെടുക്കട്ടോ. അപ്പോൾ ഉമ്മ കേട്ടോ അത് ചുടുന്ന ആള്. അപ്പോൾ അത് അമ്മ പൊടിയിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ തേങ്ങ ഇട്ട് പിന്നെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടി ഇട്ടിട്ടോ, ഒരു ഭംഗിക്കും പിന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റും ആണല്ലോ. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. പുട്ടിനിതാ ആവി വന്നിട്ടുണ്ട്. അപ്പോൾ അതാ ഈസിയാണ്, സിമ്പിളാണ്. അപ്പോൾ അതാ നമ്മളെ പുട്ടുന്താണ് കേട്ടോ, ഒരു പ്ലേറ്റിലേക്ക് നല്ല ചൂടോടെ. അപ്പോൾ നമുക്കൊരു കഷ്ണം എടുത്തൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ചൂടോടെ കഴിക്കുമ്പോൾ നല്ലൊരു സ്റ്റിക്കി ടെക്സ്ചറായിട്ട് ഇതിന് വരിക. ഇതിൻ്റെ കളറ് കണ്ടില്ല, നല്ലൊരു യെല്ലോ ഷെയ്ഡ് കളറ്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കപ്പയൊക്കെ കിട്ടുമ്പോൾ. അപ്പോൾ അതാ നമ്മളെ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.